Hello everyone. നമ്മൾ നോക്കുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് തന്നിരിക്കുന്നത്. ജെയ് മെയിൻ 2020 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. സോ ഈ ചോദ്യം നോക്കിക്കേ. ഇഫ് ദ 10th ടേം ഓഫ് ആൻ AP ഈസ് 1/20 ആൻഡ് 20th ടേം ഈസ് 1/10, then the sum of its ഫസ്റ്റ് 200 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? 10th ടേമിനെ നിങ്ങൾ A+9D = 1/20 എന്ന് എഴുതും. ദെൻ 20th ടേമിനെ A+19D = 1/10 എന്ന് എഴുതും. ദെൻ അത് സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? S200 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ n/2 × 2A + n-1 × d ഒക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് എയും ഡിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് കുറേ സമയം എടുക്കും അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഷോർട്ട് കട്ട് പറഞ്ഞതിന് മുന്നേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ടോ 10th ടേം ഓഫ് ആൻ AP ഈസ് 1/20 എന്നാണ്. സോ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് പറയുന്നത്. പീത്ത് ടേം എന്ന് പറയുന്നത് ഈസ് 1/Qവും നെക്സ്റ്റ് നോക്കി 20th ടേം ഈസ് 1/10. അതായത് ക്യൂത്ത് ടേം എന്ന് പറയുന്നത് 1/Pയും ആണെങ്കിൽ ഈ ഒരു ഫോമിലാണ് കിട്ടുന്നതെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ 5th ടേം ഓഫ് ആൻ AP ഈസ് 1/7 ആൻഡ് 7th ടേം ഓഫ് ആൻ AP ഈസ് 1/5, ഇങ്ങനത്തെ ഒരു ഫോമിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എയും അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഷോർട്ട് കട്ട് ഇതാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/P × Q ആണ്. അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/P × Q തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് വേണ്ടതാണ് ഈ ഒരു ഫോമിൽ തന്നെയാണെങ്കിൽ ഇതിൽ നിന്ന് സം ഓഫ് എത്ര ടേംസ്, n ടേംസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ m ടേംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ SM അല്ലെ, m × m+1 / 2 × PQ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഴുതാൻ സാധിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. സോ നമുക്കറിയാം P ഇവിടെ എത്രയാണ്? 10 ആണ്. Q ഇവിടെ എത്രയാണ്? 20 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/20 × 10 അതായത് 1/200 എന്ന് കിട്ടും അല്ലെ? 1/200 എന്ന് തന്നെ കിട്ടും. സോ കോമൺ ഡിഫറൻസ് എന്ത് തന്നെ കിട്ടും? കോമൺ ഡിഫറൻസ് 1/200 എന്ന് തന്നെ കിട്ടും. സോ നമുക്ക് വേണ്ടത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 200 ടേംസ് ആണ്. സോ എങ്ങനെ എഴുതും നമ്മൾ? സം ഈക്വൽ ടു സം ഓഫ് 200 ടേംസ് ആണ് എഴുതേണ്ടത്. അപ്പൊ എങ്ങനെ വരും നമുക്ക്? 200 × 200 + 1 അതായത് 201 / 2 × P × Q. P എന്ന് പറഞ്ഞാൽ 10 × 20 ആണ് നമുക്ക് വരുന്നത്. സോ നമുക്കറിയാം ഇതും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് വരും? 201 / 2 എന്ന് വരും. നമ്മുടെ ഫൈനൽ ആൻസർ എത്ര വരും? 101/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. സോ ഓപ്ഷൻ ബി അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നമുക്ക് ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് Sn denote the sum of the first n terms of an AP and if S4 = 16 and S6 = -48 then S10 is equal to എന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഒരു APനെ നമുക്ക് എന്ത് ചെയ്യും? APയിലെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? Sn = α_n² + βn നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോം ഉപയോഗിച്ച് നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സാധാരണ നിങ്ങൾ എങ്ങനെ ചെയ്യും? S4 സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് നിങ്ങൾ എങ്ങനെ എഴുതും? 4/2 × 2A+ അല്ലെ 4 - 1 × D അത് എഴുതി അതിനോട് 16 ഇക്വേറ്റ് ചെയ്യും. അതേപോലെ 6 അതേപോലെ എഴുതും. ദെൻ അത് സോൾവ് ചെയ്ത് എയും ഡിയും കണ്ടുപിടിച്ചിട്ട് ദെൻ S10 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ വീണ്ടും 10/2 × 2A+ ഈ ഫോർമുലക്കകത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അത്രയൊന്നും നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? S4 നമുക്ക് തന്നിട്ടുണ്ട്. S4 എന്ന് പറഞ്ഞാൽ 16 ആണ്. സോ Sn ഇങ്ങനെ എഴുതാമെങ്കിൽ S4നെ നമുക്ക് എങ്ങനെ എഴുതാം? α_n². n എത്രയാണ്? 4 ആണ്. സോ 4² എന്ന് പറഞ്ഞാൽ 16 n വരും. 16 ആൽഫ വരും. 16 ആൽഫ വരും പ്ലസ് 4 ബീറ്റ വരും അല്ലെ? ഇത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട്. റെഡി ആണല്ലോ? സോ ഇനി നമുക്ക് എന്ത് വേണം? S6 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് S6 എന്ന് പറയുമ്പോൾ 6² അതായത് 36 ആൽഫ പ്ലസ് 6 ബീറ്റ = -48 ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. സോ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 1, ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. സോ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 36 - 16 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 20 ആൽഫ വരും. ദെൻ പ്ലസ് ഇവിടെ 2 ബീറ്റ വരും. ഇത് -64 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം? S10 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ S10 നമുക്ക് ഇതുപോലെ തന്നെ എഴുതാം. 10² ദാറ്റ് ഈസ് 100 ആൽഫ പ്ലസ്
10 ബീറ്റ. റെഡി ആണല്ലോ. സോ ഇതിനകത്ത് ഞാനൊരു 5നെ കോമൺ ആയിട്ട് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ എനിക്ക് 20 ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് കിട്ടും. മക്കളെ 20 ആൽഫ പ്ലസ് 2 ബീറ്റയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. -64. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഇൻറ്റു -64 നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എത്ര വരും? -320 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതേപോലെ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. നമുക്ക് വീണ്ടും പുതിയ ഷോർട്ട് കട്ടായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.